വെറൈറ്റി സ്പോട്ട് പിടിച്ചാലാ കുന്നും മലകളും ലാൻഡ്സ്കേപ്പിങ്ങും പഴയ മോഡൽ വീടുകളും അധികം ആൾക്കാർ താമസിക്കാനൊന്നും ഇല്ലാണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഈ കാണുന്ന പോലെ ചുറ്റും മലകളാണ്, നല്ല ലാൻഡ്സ്കേപ്പിങ്, അതുപോലെ തന്നെ പഴയ വിൻറ്റേജ് വീടുകൾ. അധികം ആൾക്കാരൊന്നും അവിടെ താമസില്ല. സമാധാനമായിട്ട് നമുക്കവിടെ പോയി എൻജോയ് ചെയ്ത് വരാം. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കാറെടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. സ്ഥലം വരുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ ല്യൂണെ സേബാൻ എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. മലകളൊക്കെ കയറി വേണം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എത്താൻ. പോകുന്ന യാത്രകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുന്നും മലയൊക്കെ കയറി പോകുന്ന പോലെയാണ്. ഭയങ്കര ഒരു എക്സ്പ്ലോറിങ് ആണ്. അങ്ങനെ നമ്മൾ മുകളിലെത്തി കേബിൾ കാർ കയറാനുള്ള ഏരിയ ഒക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേബിൾ കാർ കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ പോവാണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേബിൾ കാർ വഴി മലയുടെ മുകളിലെത്തി. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ ഡാമൊക്കെ ഉള്ളത്. അങ്ങനെ എല്ലാവരും കേബിൾ കാർ കയറാൻ പോകുന്ന യാത്രയാണിത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ ആ ഒരു ടൈമിൽ ഞങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി പേർക്ക് കയറാൻ പറ്റുന്ന ഒരു കാറാണ്. അങ്ങനെ എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിൽ കയറി. ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞ 2 പേർക്ക് പോകാൻ പറ്റുന്ന ഒരു ചെറുതാണ്, പക്ഷെ ഇത് വലുതാണ്. പക്ഷെ നമ്മുടെ ലക്ക് അതിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് മാക്സിമം സ്പേസ് യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഈ കാണുന്ന മലയുടെ മുകളിലേക്ക് ഈ 3 വല്യമേ ഒരു പെട്ടിമേ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ഡിസ്റ്റ് ഉണ്ടായത്. ആ സാധനം പെട്ടെന്ന് ഭയങ്കരമായിട്ടൊന്ന് ചെറുക്കിയത്. എൻ്റെ ലൈൻ ചേഞ്ച് ചെയ്ത് എന്തോ എല്ലാവരും വീഴും പിടിച്ച് നിന്നില്ല, ഞാൻ വീണ് പോയായിരുന്നു. അങ്ങനെ നമ്മൾ കയറി മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണത്. ഒരു അടിപൊളി ഒരു ഡാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്ലൂ കളർ വാട്ടറാണ്, ചുറ്റും മലകൾ. ആരോ പെയിന്റ് വെച്ച് വരച്ചു വെച്ച പോലത്തെ ആ ഒരു ഭംഗിയിലാണ് അത് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഡാമും ആ മലകളും ആ പച്ചപ്പും എല്ലാം. ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയിൽ കുറച്ച് സ്പേസ്, അതിൽ കുറേ മേഘങ്ങൾ. അവിടെ നമ്മൾ നിന്നിട്ട് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ചുറ്റും നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. ഫുൾ മലകളും കുന്നുകളും. എന്താ പറയുക, നമുക്ക് നന്നായിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം, മനസ്സിന് നന്നായിട്ടൊരു ഹീലിംഗ് തരുന്നൊരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ആണിത്. നമുക്ക് എന്താ പറയുക, സ്വർഗം എന്ന് പറയില്ലേ, ഭൂമിയിലെ ഒരു സ്വർഗം, അങ്ങനത്തെ ഒരു സ്ഥലം. ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അതിലൊന്നാണിത്. അവിടെ പണ്ടാരോ താമസിച്ച് ഉപേക്ഷിച്ചൊരു വീടാണ്. കുറച്ച് നേരത്തേക്ക് ഞങ്ങളത് കയ്യേറി, ഞങ്ങൾ സ്വന്തമാക്കി, ഞങ്ങളുടേതായ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴെങ്കിൽ സമയം പോയി തുടങ്ങി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ക്ലൈമറ്റ് മാറും. അവിടെ പെട്ടെന്ന് തണുപ്പും കാറ്റായി തുടങ്ങി, മഴ വരാനുള്ള സെറ്റപ്പ്. മഴയ്ക്ക് മുമ്പ് വീട് പിടിക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് വീണ്ടും കാണാം. ബൈ.